ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ശർക്കര വരട്ടിയാണ് ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ടിവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 ഏത്തക്കയാണ്. നല്ല വിളഞ്ഞ ഏത്തക്കയാണ്. ഇതിനെ ഞാൻ നന്നായിട്ട് ഒന്ന് പൊളിച്ച് കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് അരിഞ്ഞ് വെള്ളത്തിലിടുക. അതിലൂടെ ശകലം മഞ്ഞപ്പൊടിയും ഇട്ട് വയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് ഒട്ടും ജലാംശമില്ലാതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ അരിപ്പ വെച്ച് എല്ലാം റെഡിയാക്കി അതിൻ്റെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ എന്ത് ചെയ്യണം, നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം. ഇപ്പം ഒട്ടും വെള്ളം ഇരിക്കരുത്. വെള്ളം ഉണ്ടായാൽ പൊട്ടിത്തെറിക്കും എണ്ണയ്ക്കകത്തിടുമ്പം. അപ്പോൾ ഞാനിതിനകത്ത് എണ്ണയ്ക്കകത്തോട്ടിട്ട് വെളിച്ചെണ്ണയാണ് ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് വറുത്തെടുക്കണം. നല്ല മുരുമുരാന്ന് വേണം വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. എൻ്റെ സ്റ്റാൻഡ് ഒരു പ്രോബ്ലം ആയിരിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ക്യാമറ എൻ്റെ കയ്യിലാണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഷേക്ക് ആകുന്നത് കേട്ടോ കൂട്ടുകാരെ. ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ പിന്നെ വെളിച്ചെണ്ണ പാത്രവും അതുപോലെ തന്നെ കായൊക്കെ ഇട്ട് വറക്കും കൂടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ റിസ്ക്കാണെന്നറിയാം ഇല്ലേ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒട്ടി പിടിക്കരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ വേണം, അല്ലെങ്കിൽ ഒന്നിൻ്റെ മേൽ ഒട്ടിപ്പിടിച്ചിരുന്നാൽ നമുക്കത് ശരിയാകത്തില്ല. നമുക്കിതിനെ 1 by 1 ആയിട്ട്, അതിനാണ് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുക്കുന്നത്. ഇപ്പം നന്നായിട്ട് ഇവിടെ നമ്മുടെ ഏത്തയ്ക്ക ഇങ്ങനെ വറുത്തെടുത്തിട്ടുണ്ട് ഞാൻ. ഇതിനെ ഒരു പാത്രത്തിലേക്ക് ഇനി സെർവ് ചെയ്ത് വെക്കണം. അങ്ങനെ ഇതേപോലെ തന്നെ എല്ലാം നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കണം. നമ്മളൊന്ന് ഒടിച്ച് നോക്കണം. അപ്പം നല്ല മുരുമുരാന്നിരിക്കണം. അകത്ത് വേവാത്തോട്ടിരിക്കുന്നെങ്കിൽ നിങ്ങളത് നന്നായിട്ട് വറുത്തെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ ശർക്കര വരട്ടി നന്നായിട്ട് ഒരു വെരിപ്പായിട്ടിരിക്കുകയുള്ളൂ കേട്ടോ കൂട്ടുകാരെ. ഇനി എന്താണ്, ഞാനൊരു ശർക്കര ഒരു 1 കിലോ ശർക്കര, നമുക്കിപ്പോൾ മധുരം കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച്, കുറവാണെങ്കിൽ നിങ്ങൾക്കൊരു 300 ഗ്രാം മാത്രം മതി. ഇതിനെ നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. ഉരുക്കിയാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിനെ ഒന്ന് തണുക്കാനൊക്കെ വെക്കണം. എന്നിട്ട് അരിക്കുകയും കൂടെ വേണം. ചിലപ്പോൾ അതിനകത്ത് കട്ടയോ വല്ലതും ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് അരിച്ച് നമ്മളൊരു പാനിലോട്ടിട്ട് നന്നായിട്ട് ഇതിനിങ്ങനെ ഇതേപോലെ ഇളക്കി കൊടുത്ത് ഇതിന് നൂൽപ്പരുവാകണം. അറിയാമല്ലോ, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എങ്കിലും ഞാനിത് ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. എല്ലാവർക്കും ശർക്കര വരട്ടി ഉണ്ടാക്കാൻ അറിയാം. പിന്നെ ഞാനിവിടെ തയ്യാറാക്കി അതിനെ നിങ്ങൾ കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഏത്തക്കയാണ് ഇതിനകത്തോട്ട് ഇട്ടത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി നമ്മളിങ്ങനെ കൊടുക്കുവാണ്. അപ്പം നല്ല മുരുമുരാതിരിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഞാനിപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കായും ജീരകവും ചുക്കും കൂടെ നന്നായിട്ട് പൊടിച്ചതാണ് ചേർത്തത്. ഇതെല്ലാം കൂടെ എന്ത് ചെയ്യണം, ശകലം അരിപ്പൊടിയും കൂടെ നമുക്ക് ഇതിനകത്തിട്ടിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇതേപോലെ നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ വളരെ രുചികരമായ ശർക്കര വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെടുത്തിട്ട് നമുക്കൊന്ന് തണുക്കാനൊക്കെ വെക്കണം. ഒത്തിരി അങ്ങ് തണുത്ത് അങ്ങനെ അങ്ങ് വെളിയിൽ വെച്ചിരിക്കല്ലേ. നന്നായിട്ട് തണുത്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല എയർ ടൈറ്റുള്ള നല്ലൊരു കുപ്പിക്കകത്തിട്ട് വെക്കാമെങ്കിൽ കുറച്ച് കാലം ഇങ്ങനെ ഇരിക്കും. നമുക്കൊരോന്നായിട്ടെടുത്ത് കഴിക്കാം. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.